കരിങ്കല്ല് സ്ലാബ് ഉപയോഗിക്കുന്നത് പരിസ്ഥിതി ആഘാത പഠനങ്ങൾ ഒന്നും നടത്താതെയാണ്. പ്രദേശത്തിന്റെ സ്വഭാവത്തിനനുസരിച്ച് വേണം ബണ്ട് നിർമ്മിക്കാനെന്ന ഡോക്ടർ എം.എസ്. സ്വാമിനാഥന്റെ നിർദ്ദേശം അട്ടിമറിച്ചുകൊണ്ടാണ് കുട്ടനാട്ടിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൊടിപൊടിക്കുന്നത്. പാക്കേജിന്റെ മറവിൽ 2000 കോടി രൂപയുടെ അധിക ചെലവ് നടക്കുന്നതായി ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. 12ാം പഞ്ചവത്സര പദ്ധതിക്ക് സംസ്ഥാനത്തിന് 1 ലക്ഷം കോടിക്കും 1,50,000 കോടിക്കും ഇടയിൽ പദ്ധതി അടങ്കൽ. റോഡ് നിർമ്മാണം, സുരക്ഷ എന്നിവ കാണുകയാണെങ്കിൽ ആ സിനിമയിൽ എൻ്റെ ക്യാരക്ടർ എന്താണ്? എൻ്റെ ക്യാരക്ടർ ആൾക്കാരുടെ മനസ്സിൽ നിൽക്കുന്നുണ്ടോ? അത് ചെറുതാണെങ്കിൽ കൂടി ജസ്റ്റ് ഒരു ഇന്ത്യയിലെ ഏറ്റവും നല്ല അഭിനേതാക്കളിൽ ഒരാളുമാണ്. അദ്ദേഹത്തിൻ്റെ നാടകത്തിനോടുള്ള സമീപനം ആണ് ഒരുപക്ഷെ നമ്മൾ പഠനം നടക്കുന്നുണ്ടെങ്കിലും എന്നെ സംബന്ധിച്ച് എൻ്റെ അനുഭവം എന്ന് വെച്ചാൽ ഞാൻ 1989 വിമൻസ് കോളേജിൽ പഠിച്ചിരുന്ന കാലഘട്ടമാണ് ഇപ്പോൾ എനിക്ക് ലഭിക്കുന്നത്. 41ാം വയസ്സിൽ കോളേജിൽ എത്രമാത്രം സന്തോഷവും രസവും തമാശകളും അനുഭവിച്ചിട്ടുണ്ടോ, ഇതെല്ലാം റീക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് അഭിനയിൽ. വൈകുന്നേരം ആകുമ്പോൾ അവിടെ വോളിബോൾ കളി, അവിടെ കുറേ തരം നാടകത്തിൻ്റെ പേരിലുള്ള ഗെയിംസ്, ആഘോഷം, അട്ടഹാസം, കുറേ സ്റ്റുഡൻസും കുറേ ആൾക്കാരുണ്ട്. ഞങ്ങളൊരു 10-30 പേരുണ്ട്. വൈകുന്നേരം ആയാൽ എല്ലാവരും അഭിനയിൽ എത്തിപ്പെടും. ഒരു 7-7:30 വരെ അവിടെ ഒരുപാട് തരം കളികളും തമാശകൾക്കും ശേഷം വളരെ ഗൗരവമായി നാടകം സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ ഉപ്പൊന്നും ഇടാതല്ലേ ഇത് ഫ്രൈ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ ഉപ്പൊന്നും ഇടാതല്ലേ ഇത് ഫ്രൈ ചെയ്യും. ഞങ്ങൾ എഴുതി അറിയിക്കേണ്ട വിലാസം ടു ദി പ്രൊഡ്യൂസർ പെൺമ ജയ്ഹിന്ദ് TV ട്രിവാൻഡ്രം. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്ത എപ്പിസോഡ് നമുക്ക് വീണ്ടും കണ്ടു. നാളെ കൊച്ചിയിലെ ലേമർഡിയൻ കൺവെൻഷൻ സെന്ററിൽ നടക്കുക. ഗ്രാൻഡ് ഫിനാലയിൽ പരമ്പരാഗത കേരളീയ വേഷത്തിലും പാശ്ചാത്യ വേഷത്തിലും മത്സരാർത്ഥികൾ റാമ്പിൽ മാറ്റുരയ്ക്കും. റാമ്പിൽ ചുവടുവയ്ക്കുന്നതിന്റെ അവസാനഘട്ട പരിശീലനത്തിലാണ് ഇപ്പോൾ മത്സരാർത്ഥികൾ. 3 റൗണ്ടുകളാണ് പ്രധാനമായും നാളത്തെ മത്സരത്തിൽ നടക്കുക. ഉത്തരേന്ത്യൻ പരമ്പരാഗത വേഷത്തിലും പാശ്ചാത്യ വേഷത്തിലും ഉത്തരേന്ത്യൻ പരമ്പരാഗത വേഷത്തിലും പാശ്ചാത്യ വേഷത്തിലും